Good afternoon. Good afternoon. Materials management വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ മെറ്റീരിയൽസ് മാനേജ്മെന്റ്? ഇല്ല, വായിച്ചിട്ടില്ല. വായിച്ചു. ഓക്കെ. നമ്മൾ എത്ര വരെ എടുത്ത? അഡ്വാൻറ്റേജസ് ഓഫ് IMM വരെയല്ലേ എടുത്തത്? ഓക്കെ. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ വായിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്. ഇനി നോക്കിയേ, അഡ്വാൻറ്റേജസിന്റെ അടിയില് ചെറിയൊരു പോർഷനും കൂടി എടുക്കാനില്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ, നോക്കിക്കോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യണേണ്. IMM does cost reduction techniques such as value analysis, variety reduction. ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കോ. സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. എന്താ പറയുന്നത്? കോസ്റ്റ് റിഡക്ഷൻ. IMM-ന്റെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? വാല്യൂ അനാലിസിസ് അല്ലെ, മൂല്യ വിശകലനം. അതുപോലെ എന്താണ്? വെറൈറ്റി ഓഫ് റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കുക. നമ്മൾ പറഞ്ഞു അല്ലെ, BP നോക്കുന്ന മെഷീൻസ് ഒക്കെ വാങ്ങിച്ചു അല്ലെ, വെറൈറ്റി ഓഫ് മെഷീൻസ്. അതിന്റെ ഫങ്ഷൻ എന്താണ് പറഞ്ഞത്? സെയിം തന്നെയാണ്. BP നോക്കുക എന്ന സെയിം ഫങ്ഷൻ തന്നെയാണ്. പക്ഷെ എന്താണ്? വെറൈറ്റി ഓഫ് മെഷീൻസ് വാങ്ങിച്ചു. അങ്ങനെ മെഷീൻസ് വാങ്ങിച്ചു വെച്ചാൽ വല്ല പ്രയോജനം ഉണ്ടോ? ഇല്ലല്ലേ. അതിന്റെ സെയിം ഫങ്ഷൻ തന്നെയാണ്. അപ്പൊ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? സെയിം ഫങ്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാങ്ങിച്ചു വെക്കാതെ, അങ്ങനെയുള്ള എന്താണ്, കൂടുതൽ കുറെ മെഷീൻസ് വാങ്ങിച്ചു വെക്കാതെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള അതാണ് അതിൽ പറയുന്നത് കേട്ടോ. വെറൈറ്റി ഓഫ് റിഡക്ഷൻ. ഇനി എന്താണ്? സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ, സ്റ്റാൻഡേർഡ് ഉള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെഷീൻസ് വാങ്ങിച്ചു വെക്കുക. അതിലൂടെ എന്താണ്? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. എങ്ങനെയെല്ലാം പറ്റും? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്താല് എങ്ങനെയെല്ലാമാണ് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയെല്ലാം പറ്റും നമുക്ക്? സ്റ്റാൻഡർഡൈസേഷനില് സ്റ്റാൻഡേർഡ് ഉള്ള മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ റീയൂസബിൾ, അതുപോലെ തന്നെ എന്താണ്? ഗുഡ് ക്വാളിറ്റി, അതുപോലെ എന്താണ്? എപ്പോഴെപ്പോഴും കംപ്ലൈൻസ് ഒന്നും വരില്ല, മെയിൻ്റെനൻസ് വർക്ക് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ്? ഫോർകാസ്റ്റിംഗ്, മുൻകൂട്ടി കാണുക അല്ലെ. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ സ്വർണം വാങ്ങിക്കുമ്പോൾ ഭാവിയില് സ്വർണത്തിന് വില കൂടാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ സ്വർണം വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. മുൻകൂട്ടി കാണുക, ഭാവിയില് സ്വർണത്തിന് വില കൂടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർണം ഇപ്പോ നമ്മുടെ കയ്യിലേക്ക് വാങ്ങിച്ചു വെക്കുന്നു. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. മുൻകൂട്ടി കാണുക. ഇനി എന്താണ്? ആൻഡ് മാർക്കറ്റ് അനാലിസിസ് അല്ലെ, വിപണി വിശകലനം ചെയ്യുക. അതും എന്താണ്? ഒരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ്. വിപണി വിശകലനം ചെയ്യുക. എന്താണ്? ഇപ്പൊ മാർക്കറ്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുമ്പോ ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ വാല്യൂ ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടോ, കുറേയധികം വിറ്റഴിഞ്ഞു പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക. വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ ഇറക്കിയെങ്കിൽ അങ്ങനെ പോവോ? വിറ്റഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ട് അതിനകത്ത് ഇപ്പോ ഏത് പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡായിട്ട് നിൽക്കുന്നത്, ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താണ്? ക്വിക്കായിട്ട് വിറ്റഴിഞ്ഞു പോകും, പെട്ടെന്ന് സെയിൽ നടക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ വിശകലനം ചെയ്തിട്ട് വേണം മാർക്കറ്റിലോട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട്. അതിലൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തോന്നിയ പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിലോട്ട് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? വിറ്റഴിഞ്ഞു പോകാനായിട്ട് ചിലപ്പോൾ നമുക്ക് ലോസ് വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക് ആണ് എന്ത്?
മാർക്കറ്റ് അനാലിസിസ്, വിപണി വിശകലനം ചെയ്യുക. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് വരുന്നത്? വാല്യൂ അനാലിസിസ് ഉണ്ട്, വെറൈറ്റി റിഡക്ഷൻ ഉണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്, മാർക്കറ്റ് അനാലിസിസ് ഉണ്ട്. ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നോക്കി, അതിലെ വാല്യൂ അനാലിസിസ് ആണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കിയേ, വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് ടു റെക്കഗ്നൈസ് unnecessary cost connected with any product, material, part, component, system or service. അപ്പോ എന്താ പറയുന്നത്? വാല്യൂ അനാലിസിസ് അല്ലെ, മൂല്യവിശകലനം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസ്, ഇവയുടെ എല്ലാം അനാവശ്യമായിട്ടുള്ള, ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അൺനെസസറി കോസ്റ്റ് വരുന്നുണ്ടോ, അനാവശ്യ ചിലവ് വരുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ന് തിരിച്ചറിയുന്ന ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു എന്താണ് സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസ്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അൺനെസസറി കോസ്റ്റ് വരുന്നുണ്ടോ, അനാവശ്യമായിട്ടുള്ള ചിലവ് വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ അത്? പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസസ്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അൺനെസസറി കോസ്റ്റ്, എന്താ പറയുന്നത്? അൺനെസസറി എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യമായിട്ടുള്ള ചിലവ് വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ഈ വാല്യൂ അനാലിസിസിൽ എപ്പോഴും ഏറ്റവും പ്രാധാന്യം നെസസറി ആയിട്ട് വരുന്നത് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ ആണ്. വാല്യൂ അനാലിസിസിലൂടെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? വാല്യൂ റിലീസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. എന്താ പറയുന്നത്? വാല്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷനെയും കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കും. എന്താ പറഞ്ഞത്? നമ്മളിപ്പോ ഒരു ഐഫോൺ എടുക്കുമ്പോൾ എന്താണ്? ബാക്കിയുള്ള ഫോണിനെക്കാട്ടിയും ഏറ്റവും ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? ഐഫോൺ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഐഫോണിന്റെ പ്രത്യേകത? എന്തായിരിക്കാം പ്രത്യേകതകള്? മറ്റു ഫോണുകളുമായിട്ട് ഐഫോണിന് എന്താണ് പ്രത്യേകത? ഫാസ്റ്റ് ആണ്. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും? സേഫ്. പിന്നെ ഡിഫറെന്റ് ഫങ്ഷൻ അല്ലെ, ക്ലിയർ ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും അല്ലെ ക്യാമറയ്ക്ക്. അങ്ങനെ പലതരത്തിലുള്ള ഡിഫറെന്റ് ഫങ്ഷൻ ആണ് മറ്റു ഫോണുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ ഐഫോണിന് ഒരു എന്താണ് മുൻപന്തിയിലെ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഫോണാണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് അതിന്റെ ഫങ്ഷൻ വാല്യൂ, ആ ഫോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഫങ്ഷനെയും കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കും. കോസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫങ്ഷൻ, എന്തൊക്കെയാണ് ഫങ്ഷൻ, വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ടല്ലേ അതിന്. അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ, ഐഫോണിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫങ്ഷനെയും കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ gives more importance to the utility of the material than its cost. എന്താണ് വാല്യൂ അനാലിസിസില് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽസിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിനാണ്? കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അതിന്റെ യൂട്ടിലിറ്റി, ഉപയോഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് എന്ത്? വാല്യൂ അനാലിസിസില് മെറ്റീരിയൽസില് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വാല്യൂ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസിന് എന്താണ് ഇമ്പോർട്ടൻസ്, മെറ്റീരിയൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഏതിനാണ്?
അതിന്റെ യൂട്ടിലിറ്റിക്കാണ്. കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന്റെ ഉപയോഗത്തിനാണ്, യൂസസിനാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്, പ്രൊഡക്റ്റ്, മെറ്റീരിയല്, കമ്പോണന്റ്, സിസ്റ്റം ഓർ സർവീസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ് ഈസ് നെസസറി ഫോർ ദ കോസ്റ്റ് റിഡക്ഷൻ. വാല്യൂ അനാലിസിസ് വഴി കോസ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നുണ്ട്. ഇനി വാല്യൂ എന്നത് എന്താണ്? എന്തിനൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റിന്റെ ഫംഗ്ഷനെയും അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. വാല്യൂ അനാലിസിസിൽ മെറ്റീരിയൽസ് എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? അതിന്റെ യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടന്റ്, യൂസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോസ്റ്റിനെക്കാട്ടിലും ഇതിന്റെ യൂസസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇനി വാല്യൂ ഈസ് എന്താണ്? ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രവർത്തന ചിലവ്. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫങ്ഷൻ കോസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രവർത്തന ചിലവ്. വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. അപ്പൊ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ എടുത്ത് നോക്കാം നമുക്ക്. ഇൻക്രീസിംഗ് ദ ഫങ്ഷനിൽ നമ്മൾ ഐഫോൺ പറഞ്ഞു. അതിനെന്താണ്? വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഫാസ്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഫാസ്റ്റ് ആണ്. അതുപോലെ എന്താണ്? ക്യാമറാസ്, അതുപോലെ തന്നെയുള്ള ക്ലാരിറ്റികൾ ഉണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫങ്ഷനുകൾ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ എന്താണ്? മറ്റുള്ള ഫോണിനെക്കാട്ടി ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ, ഐഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂ, അപ്പൊ ഐഫോണിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് അതിന്റെ എന്തിലൂടെയാണ്? ഫങ്ഷനിങ്ങിലൂടെയാണ്. പലതരത്തിലുള്ള ഫങ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ ഉയർന്നു നിൽക്കുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം? അതിന്റെ ഫങ്ഷൻ കൊണ്ടാവാം. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എന്താണ്? ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ. ക്ലിയർ ആയോ? കൺസെപ്റ്റ് മനസ്സിലായോ അതിന്റെ? ഓക്കെ. ഇനി എന്താണ്? ഡിക്രീസിംഗ് ദ കോസ്റ്റ് അല്ലെ. നമ്മളിപ്പോ എന്താണ്? ഡിസ്കൗണ്ട് സെയിൽസ് ഒക്കെ നടത്താറില്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രസ്സിനൊക്കെ വില കുറച്ചിട്ട് നമ്മൾ കൂടുതൽ വാങ്ങിക്കാറുണ്ട് അല്ലെ. വില കുറഞ്ഞത് കാരണം ഡിസ്കൗണ്ട് സെയിൽസ് ഓഫേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ അതും എന്താണ്? വാല്യൂ, ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഡിക്രീസ് ഇൻ ദ കോസ്റ്റ് എങ്ങനെയാണ്? നമ്മള് ഡിസ്കൗണ്ട് സെയിൽസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് ഇതിന് പറയാം കേട്ടോ. അപ്പൊ ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കുറച്ചിടുമ്പോ അതിന്റെ വാല്യൂ കൂടുന്നുണ്ട് അല്ലെ. ആൾക്കാര് കുറെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ബൈ ചെയ്യുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂല് ഇൻക്രീസ് ആകുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആവുന്നത് എങ്ങനെയൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ദ ഫങ്ഷൻ ഓർ ഡിക്രീസ് ഇൻ ദ കോസ്റ്റ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയ വാല്യൂ അനാലിസിസ്. ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ.
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. നമ്മൾ വാല്യൂ അനാലിസിസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതിലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. ഫസ്റ്റ് വൺ നോക്കിയേ, ഫങ്ഷണൽ വാല്യൂ. അവിടെ ഫങ്ഷണൽ വാല്യൂ എന്നൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫങ്ഷണൽ വാല്യൂ റിലേയിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും വാല്യൂവിന്റെ വ്യത്യാസം, അതിന്റെ വാല്യൂസിൽ ഉണ്ടാകുന്ന വ്യത്യാസം. നമ്മൾ പറഞ്ഞു അല്ലെ, ഐഫോൺ എന്താണ്, അതിന് മറ്റു ഫോണുകളെക്കാട്ടിയും കൂടുതൽ എന്താണ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, മറ്റു ഫോണിനെക്കാട്ടിയും കൂടുതൽ മുന്തി നിൽക്കുന്ന അല്ലെങ്കിൽ എന്താണ് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് അല്ലെ സമൂഹത്തിനുള്ളത്. അതുപോലെ തന്നെ അതിന് കോസ്റ്റ് ആയാലും എന്താണ് നല്ല രീതിയിൽ ഡിഫറെന്റ് ആണ്, മറ്റു ഫോണുകളെക്കാട്ടിയും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൊഡക്റ്റിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ എന്താണ് മറ്റു ഫോണുകളോടുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഐഫോണിന് എന്താണ് മറ്റു ഫോണുകളെക്കാട്ടിൽ കൂടുതൽ ടോപ്പ് ലെവൽ പൊസിഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വെറൈറ്റി ഓഫ് ഫങ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ വാല്യൂസ് അല്ലെ, അതിന്റെ മൂല്യം എന്താണ് ആ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തിരിക്കും അതിന്റെ വാല്യൂവില് ഉള്ള വ്യത്യാസം. ക്ലിയർ ആയോ? ഇനി എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. എക്സ്ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുന്നു. ഗിവ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ബൈയിങ് എ ന്യൂ വൺ. എക്സാമ്പിൾ ടിവി, റെഫ്രിജറേറ്റർ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പഴയ ടി വി ഒക്കെ ആരുടെ വീടുകളിൽ ഉണ്ടാവില്ലല്ലോ, പുതിയ തരത്തിലുള്ള ടി വി ഒക്കെ ആയിരിക്കൂലേ. ഇപ്പോഴുള്ള ടി വി ഏതൊക്കെയാ, പുതിയ തരത്തിലുള്ള ടി വി, പുതിയ ടി വി ഏതൊക്കെ ടിവികളുള്ളത്, പുതിയ ടി വി, സ്മാർട്ട് ടി വി, പിന്നെ LED, അങ്ങനെയുള്ള പല തരത്തിലുള്ള ടിവികളായിരിക്കും അല്ലെ. ഇപ്പൊ പഴയ രീതിയിലുള്ള ടിവികളൊന്നും ആരുടെയും കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് പഴയത് കൊടുത്തിട്ട് പുതിയ സാധനം വാങ്ങിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? വീട്ടിലുണ്ട് പഴയ ടി വി ഉണ്ട്. ഓക്കെ, അപൂർവം ചില ആളുകളുടെ വീട്ടിലുണ്ടാവുള്ളൂ പഴയ ടിവികളൊക്കെ. ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് എന്താ, LED ടിവികളൊക്കെയാണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ് എസ്റ്റീം വാല്യൂ ട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എക്സ്ട്രീം വാല്യൂ. അവിടെ ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കണം കേട്ടോ. ഹൈഫൺ ഇല്ല അവിടെ. എസ്റ്റീം വാല്യൂ, പ്രസ്റ്റീജ് ഹാവിങ് എ തിങ്. പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അന്തസ് അല്ലെ. പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ അന്തസ്. നമ്മളുടെ കയ്യില് ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ അന്തസ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മോഹവില കൊടുത്തൊക്കെ വാങ്ങുക എന്നുള്ളത്. കേട്ടിട്ടുണ്ടാകും, മോഹവില കൊടുത്ത് വാങ്ങിക്കുക. ഇപ്പൊ ലാൻഡ് ഒക്കെ എന്ത് ചെയ്തു, മോഹവില കൊടുത്ത് വാങ്ങിച്ചു, സ്ഥലം വാങ്ങിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ എന്താണ് പുതിയ സീരിയൽ നമ്പറുള്ള കാറുകള്, അതുപോലെ ഫാൻസി നമ്പറുള്ള കാറുകളൊക്കെ വാങ്ങിക്കുന്നത് മോഹവില കൊടുത്ത് വാങ്ങി എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതാണ് എസ്റ്റീം വാല്യൂ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുവിന് എത്രത്തോളം അന്തസ്സുണ്ട് എന്നുള്ളത് നോക്കുന്നതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് കോസ്റ്റ് വാല്യൂ. അവിടെ കോസ്റ്റ് എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മിസ്റ്റേക്ക് ആണ്. കോസ്റ്റ് വാല്യൂ എന്ന് എഴുതിയിട്ട് ഹൈഫൺ ഇടാം. ആസ് പെർ മോണിറ്ററി വാല്യൂ. മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ധനപരമായ. മോണിറ്ററി മീൻസ് ധനപരമായ. അപ്പൊ നമ്മളിപ്പോ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോ ആ സാധനത്തിന് നമ്മൾ കറക്റ്റ് പൈസയാണോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസക്ക് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. കൃത്യമായി നമ്മൾ വാങ്ങിച്ച സാധനത്തിന് കൃത്യമായിട്ടുള്ള
കോസ്റ്റ് കൊടുത്ത് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങുക. അതാണ് കോസ്റ്റ് വാല്യൂ. ക്ലിയർ ആയോ? ഇനി എന്താണ് സ്ക്രാപ്പ് വാല്യൂ? സ്ക്രാപ്പ് വാല്യൂ ഹൈഫൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈഫൺ ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോ ചിലപ്പോ ഉപയോഗിക്കാൻ ചിലപ്പോ എന്താണ് ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ ഉണ്ടാവാം അല്ലെ. ചിലപ്പോ എന്താണ് ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഉപയോഗിച്ച് പഴകിയ വസ്തുക്കൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്ക്രാപ്പിന് കൊടുക്കും അല്ലെ, ആക്രിയിൽ കൊടുക്കും. എന്നിട്ട് അവരെന്ത് തരും നമുക്ക്? എന്താ തരാം നമുക്ക് തിരിച്ച്? ആക്രിയിൽ കൊടുക്കുമ്പോ എന്തെങ്കിലും തരാറുണ്ടോ അവര് തിരിച്ച് നമുക്ക്? ക്യാഷ് തരാം അല്ലെ. അതിന്റെ മൂല്യം അല്ലെ, അതിന്റെ മൂല്യം നോക്കിയിട്ട് എത്രയാണോ എന്നുള്ളത് നോക്കിയിട്ട്, ഇപ്പൊ വല്ല പേപ്പർ അല്ലെങ്കിൽ എന്താണ് കലങ്ങളോ കുട്ടിയ കലങ്ങളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആക്രി കൊടുക്കുമ്പോൾ തൂക്കി നോക്കിയിട്ട് അതിന് എത്രയാണ് ക്യാഷ് എന്ന് പറഞ്ഞാല് അതിന് തരാറുണ്ട് അല്ലെ. അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? സ്ക്രാപ്പിൽ കൊടുത്ത് അവര് നമുക്ക് ക്യാഷ് തരുന്നു, അതിനുള്ള മൂല്യം തരുന്നു. ഇനി എന്താണ് ടൈം വാല്യൂ? ടൈം എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവിടെ. ടൈം വാല്യൂ എന്നാക്കണം. ടൈം വാല്യൂ ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഇത്ര നാൾ അല്ലെ, എത്ര നാൾ അത് നിലനിൽക്കും എന്നുള്ളതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. എത്ര നാൾ അത് നിലനിൽക്കും. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് എക്സ്പയറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിന് പിന്നെ അത് കൊടുക്കാൻ പറ്റുമോ? എക്സ്പയറി ആയി കഴിഞ്ഞ മെഡിസിൻ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് അതിന്റെ ആ മെഡിസിന്റെ ടൈം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് വരെയാണ് അല്ലെ. എക്സ്പയറിക്ക് മുമ്പ് അതെന്താണ്? അത് വാല്യൂ ഉള്ള മരുന്നായിരുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്താണ്? ഈ വാല്യൂ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര നാളത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ടൈം വാല്യൂവിൽ വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ ആൻഡ് ടൈം വാല്യൂ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പർപ്പസ് ഓർ എയിംസ് ഇൻ വ്യൂയിങ് വാല്യൂ അനാലിസിസ്. അപ്പോ വാല്യൂ അനാലിസിസിന്റെ പർപ്പസ് ഓർ എയിംസ് രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. പഠിച്ചു വെക്കണം കേട്ടോ. പർപ്പസ് എന്താണ്, എയിം എന്താണ് എന്നുള്ളത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പർപ്പസും എയിമും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തന്നെയാണ്. ഫസ്റ്റ് നോക്കിയേ, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. എന്ത് ചെയ്ത് കളയുന്നുണ്ട്? നമ്മള് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പോ പുതിയ ടി വി ഉണ്ട്, നമുക്ക് പഴയ ടി വി ഉണ്ട്, പുതിയ ടി വി നമുക്ക് വാങ്ങണം. നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? പഴയ ടി വി ആണ്. നമ്മൾ എന്ത് ചെയ്തു? പുതിയ ടി വി നമുക്ക് വാങ്ങിക്കണം. അപ്പോ ഈ പഴയതുള്ളത് ചിലപ്പോ എന്താണ്? ചിലപ്പോ ഉപയോഗിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ ഉപയോഗശൂന്യമാവാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ അത് മറ്റൊരാൾക്ക് കൊടുക്കാം അല്ലെ. ഉപയോഗശൂന്യമായത് എന്ത് ചെയ്ത് കളയും? നമ്മള് സ്ക്രാപ്പിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ ഉപയോഗിച്ച് പഴയതായിട്ടുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് പഴയത് ചിലപ്പോ മറ്റൊരാൾക്ക് കൊടുക്കാം അല്ലെ, ചാരിറ്റി ആയിട്ട് കൊടുക്കാം, പാവപ്പെട്ടവർക്ക് കൊടുക്കാം അല്ലെ. രണ്ട് രീതിയിൽ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ചിലപ്പോ സ്ക്രാപ്പിൽ കൊടുക്കാം, ഉപയോഗശൂന്യമായത് സ്ക്രാപ്പിൽ കൊടുക്കാം. അതുപോലെ തന്നെ പഴയ ടി വി ആണെങ്കിൽ ഉപയോഗിക്കുന്നത് ഇപ്പോഴും വർക്ക് ആവുന്നുണ്ടെങ്കിൽ എന്താണ്? ചാരിറ്റി ആയിട്ട് പാവപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് പറഞ്ഞത് ഇവിടെ വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്തവ എന്ത് ചെയ്ത് കളയുന്നു? റിമൂവ് ചെയ്ത് കളയുന്നു. ഇപ്പോഴെന്താണ് അതിന്റെ മൂല്യം അല്ലെ, പഴയതിനെക്കാട്ടിലും പുതിയതിനാണ് ഇപ്പോൾ വാല്യൂ കൂടുതൽ അല്ലെ. ഒരധികം ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ വെറൈറ്റി ഓഫ് ചാനൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇപ്പോഴും നമുക്ക് പഴയ ടിവിനെക്കാട്ടിലും പുതിയ ടി വി ആണ് വാങ്ങിക്കാനായിട്ട് ആഗ്രഹം അല്ലെ. അപ്പൊ എന്ത് ചെയ്ത് കളയുന്നുണ്ട്? പഴയത് എന്ത് ചെയ്ത് കളയുന്നുണ്ട്? വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി ആവശ്യമില്ലാത്തവ റിമൂവ് ചെയ്ത് കളയുന്നു. അതാണ് ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. മനസ്സിലായോ?
ഇനി എന്താണ് സെക്കൻഡ് പർപ്പസ് എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്ത് വാങ്ങിക്കണം? ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് വാങ്ങിക്കണം അല്ലെ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്താ? എങ്ങനെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും? ഗുഡ് ക്വാളിറ്റി, അതുപോലെ പിന്നെന്താണ് എപ്പോഴും നമുക്ക് കുറ്റപണികൾ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ടി വരില്ല. പിന്നെന്താണ് എപ്പോഴും കംപ്ലൈന്റ് ആവില്ല. റീയൂസ് ചെയ്യാനായിട്ട് പറ്റും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഓക്കെ, ലോങ് ടൈം യൂസ് ആയിരിക്കും. വെരി ഗുഡ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇത്രയും നല്ല രീതിയിൽ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്ത് സെക്കൻഡ് എയിംസ് ആയിട്ട് പറയുന്നത്. സ്റ്റാൻഡേർഡ് കമ്പോണൻസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് എന്താ പറഞ്ഞത്? റിമൂവൽ ഓഫ് ആൻ ഐറ്റംസ്. സെക്കൻഡ് പറഞ്ഞത് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. തേർഡ് നോക്കാം, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റംസ്. നമ്മളിപ്പോ ഒരു കടയിൽ കയറി ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ആ സാധനത്തിന്റെ എന്തൊക്കെ നോക്കും? എന്തൊക്കെ ഫീച്ചേഴ്സ് ആ നോക്കാം? എന്തൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ആ കടയിൽ നിന്ന് ആ സാധനം വാങ്ങിക്കുക? ക്വാളിറ്റി നോക്കും അല്ലെ. ഇനി ക്വാളിറ്റി മാത്രം ചെക്ക് ചെയ്യുള്ളൂ? റേറ്റ്, പിന്നെ ഫങ്ഷൻ, വെരി ഗുഡ്, പിന്നെ ഡേറ്റ് നോക്കും. ഓക്കെ, ക്വാണ്ടിറ്റി നോക്കും, ഫീച്ചേഴ്സ് നോക്കും അല്ലെ. അപ്പൊ എത്ര കാര്യങ്ങളാണല്ലേ നമ്മൾ നോക്കേണ്ടത്? ഒരു പ്രൊഡക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. മെഡിസിൻ ഒക്കെ ആണെങ്കിൽ എന്താണ് എക്സ്പയറി ഡേറ്റ് അല്ലെ. എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണമുണ്ടാവോ? നമ്മുടെ പൈസ പോകുന്നല്ലാതെ നമുക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ എന്താണ് എല്ലാ ഫീച്ചേഴ്സ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി ഫോർത്ത് വൺ നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ഫോർ ദ ഗുഡ്സ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഗുണത്തിനും നല്ല രീതിയിലുള്ള ഒരു ഉപയോഗത്തിനും അതുപോലെ തന്നെ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് വില കുറഞ്ഞ മെറ്റീരിയൽസിന്റെ പരിശോധന. എന്താ പറഞ്ഞത്? ഒരു ഓർഗനൈസേഷനിലെ നേട്ടങ്ങൾക്കും നല്ല രീതിയിലുള്ള നടത്തിപ്പിനും വേണ്ടിയിട്ട് വില കുറഞ്ഞ മെറ്റീരിയൽസിന്റെ പരിശോധന നടത്തണം. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു പേന വാങ്ങിക്കാനുണ്ട്, ലെക്സിപെന വാങ്ങിക്കാനായിട്ട് നമ്മള് കുറെ കടകളിൽ കയറി ഇറങ്ങി. അപ്പോ ഒരു കടയിൽ കയറിയപ്പോ 5 രൂപയായിരുന്നു, മറ്റു കടയിൽ കയറിയപ്പോ 6 രൂപ, വേറെ കടയിൽ കയറിയപ്പോ അതിന് 8 രൂപ. അപ്പൊ നിങ്ങൾ ഏത് കടയിൽ നിന്നാ വാങ്ങിക്കാം? ഏത് കടയിൽ ഏത് റേറ്റ് ഉള്ള കട? 5 രൂപ. 1 മിനിറ്റ് കേട്ടോ. അഞ്ച് രൂപയുള്ള കടയിൽ നിന്നാണല്ലേ നിങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം എന്താണ്? നമുക്ക് അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് അതിന്റെ ക്വാളിറ്റി? എല്ലാ കടയിലും അതിന്റെ ക്വാളിറ്റി സെയിം തന്നെയാണ്, പക്ഷെ റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ക്വാളിറ്റി ഒന്നാണെങ്കിലും അതിന്റെ റേറ്റിൽ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ഇതിലല്ലേ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ ഏറ്റവും എന്താണ് കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെ. പ്രോഫിറ്റ് കൂടുകയും അതിന്റെ കോസ്റ്റ് എന്താണ് കുറഞ്ഞ രീതിയിലുമാണ് നമ്മള് പ്രൊഡക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. അതായിരിക്കണം. ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നടത്തിപ്പിനും വേണ്ടിയിട്ട്
ഒരു വില കുറഞ്ഞ ചീപ്പർ റേറ്റിലായിട്ടുള്ള മെറ്റീരിയൽസ് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ, ഇൻസ്പെക്ഷൻ ഓഫ് alternative source and price in relation to the money to be spent and realization of its worth in due course. എന്താ പറയുന്നത്, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എവിടെ നിന്ന്, നമ്മളൊരു സാധനം വാങ്ങിച്ചു അതിന് ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളത് പരിശോധിക്കുകയും അതുപോലെ തന്നെ ഏതു സാധനം ആണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുകയും വേണം. എന്താ പറയുന്നത്, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു അതിന്റെ യഥാർത്ഥ മൂല്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയും പിന്നെ ആ പണം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതും തിരിച്ചറിയണം. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, റിമൂവൽ ഓഫ് ആഡ് ഐറ്റംസ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. എന്താ പറഞ്ഞത്, എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണൻസുകളുടെ ഉപയോഗം. അതുപോലെ തന്നെ എന്താണ് റിമൂവൽ അല്ലെ, റിമൂവൽ ഓഫ് ഐറ്റംസ് എന്താ പറഞ്ഞത്, നമ്മള് പഴയത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കുന്നു അല്ലെ. പഴയത് കൊടുത്തു, നമ്മൾ ടിവിയുടെ ഉദാഹരണം പറഞ്ഞില്ലേ, പഴയതുണ്ട് അത് ചിലപ്പോ ഉപയോഗശൂന്യമായേക്കാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പുതിയത് വേണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ പഴയത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുന്നു. വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി അത് ആവശ്യമല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്ത് കളയുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് കമ്പോണൻസ് യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് എയിം ആയിട്ട് വരുന്നത്. ഇനി എന്താണ്, നമ്മുടെ കടയിൽ നിന്നും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി ഫോർത്ത് എന്താ പറഞ്ഞത്, ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും അതിന്റെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടും ചീപ്പർ റേറ്റിലുള്ള ക്വാളിറ്റി എന്താണ് ചീപ്പർ റേറ്റ് വില കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസിന്റെ ഉപയോഗം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന്റെ മൂല്യം എന്താണെന്നും ഈ വാങ്ങിക്കുന്ന സാധനത്തിന്റെ പണം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള സ്രോതസ്സും തിരിച്ചറിയണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എന്താണ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഹെഡ് ആരാണ് വരാ? ഹെഡ് ആരാണ് ഇവിടെ? ആരുടെ കീഴിലാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? ആരുടെ കീഴിലാണ്? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് അല്ലെ. ഓക്കെ, മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് ആര് വരുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫസ്റ്റ് വൺ ആരാണ്? മെറ്റീരിയൽസ് മാനേജർ. അദ്ദേഹത്തിന് കീഴില് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് പ്രവർത്തനം നടക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് വിഭാഗങ്ങള്? സ്റ്റോർസും പർച്ചേസും. പറഞ്ഞത് മനസ്സിലായോ? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴില് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പർച്ചേസും സ്റ്റോഴ്സുമാണ് രണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കി, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്? പർച്ചേസ് മാനേജർ ആണ്. ഇവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, ഒന്ന് എഴുതി ചേർത്തോളൂ. പർച്ചേസ് മാനേജർ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് പർച്ചേസ് മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ. ഇനി അസിസ്റ്റന്റ് മാനേജറിന്റെ കീഴിൽ വരുന്ന ആരാണ്? പർച്ചേസ് അസിസ്റ്റന്റ്. ക്ലിയർ ആയോ? ഇനി സ്റ്റോർസ്, അതിന്റെ കീഴിൽ വരുന്നത് സ്റ്റോർസ് എന്ന വിഭാഗത്തിന്റെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് സ്റ്റോർസ് മാനേജർ ഉണ്ടാവും. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ആണ്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത്
സ്റ്റോർ കീപ്പർ. ക്ലിയർ ആയോ? അപ്പൊ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. മെറ്റീരിയൽസ് മാനേജർ ഫസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്നത് മെറ്റീരിയൽസ് മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ കീഴില് 2 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞാണ് പ്രവർത്തനം നടക്കുന്നത്. പർച്ചേസും സ്റ്റോഴ്സും ഉണ്ട്. പർച്ചേസ് മാനേജർ ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നത് പർച്ചേസ് അസിസ്റ്റന്റ്. സ്റ്റോർസ് മാനേജർ ഉണ്ട്. സ്റ്റോർസ് മാനേജറിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് മാനേജറിന് കീഴിൽ വരുന്നത് സ്റ്റോർ കീപ്പർ. ക്ലിയർ ആയോ? ഒന്ന് നോക്കിയേ, ഡയഗ്രാം ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെയാണ്. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഓക്കെയാണ്. ഇനി എന്താണ് പർച്ചേസിങ് എന്താണെന്ന് നോക്കാം. Purchasing is the arranged acquisition of goods and services for the buying entity. Buying entity എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ സാധനങ്ങള് വാങ്ങിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. എൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം എന്നൊക്കെ പറയാം കേട്ടോ. എൻറ്റിറ്റി മീൻസ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം എന്നൊക്കെ പറയാം കേട്ടോ. ക്ലിയർ ആയോ? കിട്ടിയോ അത്? എൻറ്റിറ്റി എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം എന്നൊക്കെ പറയാം. അപ്പോ നോക്കിയേ, പർച്ചേസിംഗ് ഈസ് ദ arranged acquisition of goods and services for the buying entity. ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങിക്കുന്ന വ്യക്തി അല്ലെ. പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന അല്ലെ, കൈമാറുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ക്രമീകരിച്ച രീതിയിൽ അറേഞ്ച്ഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമീകരിച്ച അല്ലെ. അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്കോ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Purchasing activity are required to make sure that required items are acquired in a timely manner and at the reasonable cost. എന്താ പറഞ്ഞത്? നമ്മൾ പർച്ചേസിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്? ടൈംലി മാനർ ആൻഡ് റീസണബിൾ റേറ്റ് അല്ലെ. നമ്മള് പർച്ചേസിംഗ് ചെയ്യുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കണം? ടൈമിങ്ങിന് അല്ലെ, അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കറക്റ്റ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? റീസണബിൾ ന്യായമായ കോസ്റ്റിലുമായിരിക്കണം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Purchasing done as per the needs or activities undertaken by the hospital. ഇനി ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ, ഒരു ഹോസ്പിറ്റൽ ഇപ്പൊ മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ തന്നെ എന്താണ് മെഡിസിൻസ്, അതുപോലെ തന്നെ മെഷീൻസ്, പല ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലേ, അതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾക്കനുസരിച്ചും അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുമാണ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത്. പർച്ചേസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? പർച്ചേസിങ് ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഫേം ആണെങ്കിലും എന്താണ്, അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മള് പർച്ചേസിങ് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ?
ഇപ്പൊ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അത് വാങ്ങുന്ന ആൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസുകള് ഒരു ക്രമീകരിച്ച രീതിയിൽ അറേഞ്ച് ചെയ്ത് അല്ലെ ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്നതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. പർച്ചേസിംഗ് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം, എന്തൊക്കെ ഉറപ്പുവരുത്തണം പർച്ചേസിംഗില്? കറക്റ്റ് ടൈമിങ്ങിന് ആ വ്യക്തിക്ക് അത് കിട്ടിയോ അല്ലെ, ടൈംലി മാനർ, അതുപോലെ തന്നെ എന്താണ് റീസണബിൾ ന്യായമായ വിലയിലുമാണ് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി പർച്ചേസിംഗ് എങ്ങനെയാ ചെയ്യണത്? പർച്ചേസിംഗ് ഇസ് ഡൺ ബൈ എങ്ങനെയാണ്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതും അനുസരിച്ചായിരിക്കണം പർച്ചേസിംഗ് നടത്തേണ്ടത്. ക്ലിയർ ആയോ? ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ്. ഓക്കെ, ടു ഗെറ്റ് എ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ് ഫ്രം എ റൈറ്റ് എന്നാക്കണം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ് എന്നാക്കണം കേട്ടോ. റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്, വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ, at the right time, delivery period and at the right place. അത് കഴിഞ്ഞിട്ട് ഓഫ് ഡെലിവറിയുടെ അവിടെ മുമ്പിൽ ഒരു ബ്രാക്കറ്റ് കണ്ടില്ലേ, അതൊന്ന് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ, അതവിടെ വേണ്ട. ഓഫ് ഡെലിവറിയുടെ മുമ്പിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതൊന്ന് വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. കിട്ടിയോ അത്? ഈ ഓഫ് ഡെലിവറി ഒരു ഹൈഫൺ ഇടാം, 16 എന്നുള്ളത് 6th എന്നാക്കണം കേട്ടോ, ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. ഓഫ് ഡെലിവറി കഴിഞ്ഞ ഒരു ഹൈഫൺ ഇടാ, അവിടെ 16 എന്നുള്ളത് 6th എന്നാക്കണം കേട്ടോ, ഒന്ന് വെട്ടിക്കളയണം. ആർസ് ഓഫ് പർച്ചേസിംഗ്, നമ്മളിവിടെ എന്താണ് പറയുന്നത്? നമ്മൾ മാർക്കറ്റിംഗിൽ പഠിച്ചല്ലേ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളത്, അതുപോലെ തന്നെ പർച്ചേസിംഗിലും 6 hours of purchasing ഉണ്ട്. ഏതൊക്കെയാണ് 6 hours of purchasing? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് വെൻഡർ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? കച്ചവടക്കാരൻ. ഓക്കെ, സാധനങ്ങള് വിൽക്കുന്ന ആൾ അല്ലെങ്കിൽ എന്താണ്? കച്ചവടക്കാരൻ. റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്, ഇതാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമിന് ചോദിക്കാം കേട്ടോ, ചിലപ്പോ 6 hours ഓഫ് പർച്ചേസിംഗ് ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന 6 hours ഓഫ് പർച്ചേസിംഗ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഓർത്ത് വെക്കാം, 6 hours ഓഫ് പർച്ചേസിംഗ് ഏതാണ്? റൈറ്റ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. കിട്ടിയില്ല എല്ലാവർക്കും? മനസ്സിലായോ? ഇനി എന്താണ്? അതർ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. ഇനി അതർ ഒബ്ജക്റ്റീവ് ആയിട്ട്, പർച്ചേസിംഗിന്റെ അതർ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? constant flow of materials and to guarantee higher productivity. Constant flow of materials അല്ലെ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായ മെറ്റീരിയൽസിന്റെ ഫ്ലോ. ഇപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? നമ്മള് ഫാർമസിയിൽ ഇപ്പോ മെഡിസിൻസ് അല്ലെ, രോഗികൾക്ക് പേഷ്യൻസിന് നമ്മൾ മെഡിസിൻസ് കൊടുക്കും തോറും അവിടെ നിന്ന് അത് കഴിയുകയാണല്ലോ. അപ്പൊ തീരുന്നത് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാനുഫാക്ചറിംഗ് കമ്പനീസിൽ നിന്ന് ഓർഡർ കൊടുത്ത് അത് പർച്ചേസ് ചെയ്ത് അത് അതിന്റെ ഇതില് വെക്കോ അല്ലെ. നമ്മൾ തീരുന്നത് അനുസരിച്ചിട്ട് ഓരോ മെഡിസിനും അതാത് ഇതില് ക്രമീകരിച്ച് വെക്കും. അപ്പൊ അതാണ് പറയുന്നത് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, തുടർച്ചയായ മെറ്റീരിയൽസിന്റെ ഫ്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽസില് മെഡിസിൻസ് തീരുന്നത് അനുസരിച്ചിട്ട് അവിടെ നിന്ന് അത് ഓർഡർ ചെയ്ത് പർച്ചേസ് ചെയ്തു വാങ്ങിക്കുന്നു, സ്വീകരിക്കുന്നു. ക്ലിയർ ആയോ? അത് കൺസെപ്റ്റ് മനസ്സിലായോ? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. ഇനി എന്താണ്? ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, നല്ല രീതിയിലുള്ള എന്താണ്? ഹയർ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത. തീരുന്നതനുസരിച്ച് മെഡിസിൻസ് തീരുന്നതനുസരിച്ച് അത് ഉൽപ്പാദിപ്പിക്കുകയും
അതുവഴി പേഷ്യൻസിന് അത് കൈമാറുന്നതിലൂടെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഹയർ പ്രൊഡക്ടിവിറ്റി. ക്ലിയർ ആയില്ലേ? അത് രണ്ട് രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ്? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. ഹയർ പ്രൊഡക്ടിവിറ്റി മീൻസ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ കൺസെപ്റ്റ് രണ്ടിന്റെയും? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി എന്താണ്? വെൻഡർ ഇവാലുവേഷൻ ഇസ് പെർഫോംഡ് റിലേ ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. അപ്പോ വെൻഡർ അല്ലെ, കച്ചവടക്കാരൻ, അയാൾ എങ്ങനെ നമുക്ക് ഇവാലുവേഷൻ ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് ക്വാളിറ്റിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈമിങ്ങിലും അത് എത്തിച്ചു തന്നെ അല്ലെ, ഡെലിവറി ചെയ്ത് തന്നെ. കിട്ടിയോ അത്? വെൻഡറുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് എങ്ങനെ വേണം എന്ന് പറയുന്നത് ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റുകള് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ടൈമിങ്ങിന് എത്തിക്കുകയും വേണം. വെൻഡർ ഹാസ് ടു ബി ട്രസ്റ്റ്വർത്തി. ട്രസ്റ്റ്വർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തൻ അല്ലെ, വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ആര്? കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഇനി ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങള്, മെഷീൻസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട് അല്ലെ, അങ്ങനെ പല കാര്യങ്ങളും ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിൽ എങ്ങനെയാണ്? ഒരു ലിസ്റ്റ് ഓഫ് അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് അല്ലെ, അംഗീകരിച്ച ഒരു ലിസ്റ്റ് ഉണ്ട്, കച്ചവടക്കാരുടെ അംഗീകരിച്ച ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നോക്കിയിട്ട് കച്ചവടക്കാരെ സെലക്ട് ചെയ്ത് അവര് പർച്ചേസിങ് നടത്തുന്നു. അതാണ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? അംഗീകരിച്ച ഒരു കച്ചവടക്കാരുടെ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ നിന്ന് കച്ചവടക്കാരെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഓർഡർ എടുക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി പർച്ചേസ് ഈസ് ദ ബിസിനസ് ഫങ്ഷൻ സിൻസ് we convert resource into services and is the issue. എന്ന് പറയുന്നത് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് ഫങ്ഷൻ. എന്തുകൊണ്ടാണ് പർച്ചേസിംഗിന്റെ ബിസിനസ് ഫങ്ഷൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ഇപ്പൊ നമ്മളൊരു മിഷൻ പർച്ചേസ് ചെയ്തു. ആ മിഷൻ എന്താണ്? ഇപ്പൊ ആളുകൾക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഹോസ്പിറ്റലുകളിലേക്ക് മെഷീൻസ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പലതരത്തിലുള്ള മെഷീൻസ് വേണം. എക്സ്റേ, CT സ്കാൻ ചെയ്യാനൊക്കെ പലതരത്തിലുള്ള മെഷീൻസ് വേണം. അപ്പൊ ആ മെഷീൻ പർച്ചേസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പർച്ചേസിങ്ങിനെ ബിസിനസ് ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. ഹോസ്പിറ്റലിലുള്ള റിസോഴ്സസിനെ സർവീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലുകളിലുള്ള ഒരു വിഭവമാണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്? ഒരു റിസോഴ്സസ് ആണ്. ആ റിസോഴ്സസിനെ കൺവേർട്ട് ചെയ്ത് സർവീസ് ആക്കി മാറ്റുന്നു. അതാണ് പർച്ചേസിങ് ബിസിനസ് ഫങ്ഷൻ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം. കിട്ടിയോ? മനസ്സിലായോ? ഇനി എന്താണ്? പർച്ചേസിങ് ഈസ് എ സ്പെൻഡിങ് ഫങ്ഷൻ ആൻഡ് ഇറ്റ്സ് ഈസ് കോർഡിനേറ്റ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഈവന്റ് ഓഫ് ബൾക്ക് പർച്ചേസ്. അപ്പോ പർച്ചേസിങ്ങിനെ സ്പെൻഡിങ് ഫങ്ഷൻ എന്നും കൂടിയും പറയുന്നുണ്ട്. എന്താ സ്പെൻഡിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ഇപ്പോ IMM-ല് എന്താണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ആണ് അല്ലെ. അദ്ദേഹമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ്, മെഷീൻസ് എന്തൊക്കെ വേണം, ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ വേണം എന്നുള്ളത് ലിസ്റ്റ് എടുത്ത് ഓരോ കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും വേണ്ടതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകള് പർച്ചേസ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അല്ലാതെ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ട് അവർ വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നത്? കോർഡിനേറ്റ് ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പർച്ചേസിങ്ങിനെ സ്പെൻഡിങ് ഫങ്ഷൻ എന്ന് കൂടിയും പറയുന്നുണ്ട്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ. ഇനി പർച്ചേസിംഗ് ഈസ് എ
വിഗോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജ്ജസ്വലമായ അല്ലെങ്കിൽ എന്താണ്? കരുത്തുള്ള. പർച്ചേസിങ്ങിനെ ഒരു ഊർജ്ജസ്വലമായ കരുത്തുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? മാനേജ്മെന്റ് ആക്ടിവിറ്റി as we require proper planning of material, price forecasting, demand forecasting, organizing, coordination, able administration and timely decision. ഇക്കാര്യങ്ങൾ അല്ലെ നല്ല രീതിയിൽ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം എന്നുള്ള പ്രോപ്പർ പ്ലാനിങ് എടുക്കുക. അതുപോലെ എന്താണ്? പ്രൈസ് ഫോർകാസ്റ്റിംഗ് നടത്തുക, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസേഷൻ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് നടത്തുക, കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുക, ടൈമിലി ഡിസിഷൻ. ഇവ എടുക്കുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഒരു പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിലൂടെ നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകൾക്ക്. അതുപോലെ പർച്ചേസിംഗ് ഓഫ് hospital vary according to the size and activities of the hospital. ഒരു ഹോസ്പിറ്റലില് പർച്ചേസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന്റെ സൈസ് അല്ലെ. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ചെറിയ സൈസിലുള്ള ഹോസ്പിറ്റൽ ആയിരിക്കാം അല്ലെ. ചെറിയ രീതിയിൽ പ്രവർത്തനങ്ങൾ, ചെറിയ രീതിയിലുള്ള വലിപ്പവും കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ രീതിയിലായിരിക്കാം പർച്ചേസിങ് നടക്കുന്നത്. അതുപോലെ വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലോ അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല വലിയ രീതിയിൽ തന്നെ വിപുലീകരിച്ച് നടക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അതിന്റെ സൈസ് ആണെങ്കിൽ എന്താണ്? നല്ല രീതിയിൽ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന പർച്ചേസിങ് എങ്ങനെയാണ്? വലിയ രീതിയിലുള്ള പർച്ചേസിംഗ് ആണ്. അപ്പോ ഓരോ ഹോസ്പിറ്റലിന്റെയും പർച്ചേസിങ് നടക്കുന്നത് ഏതൊക്കെ അനുസരിച്ചിട്ടായിരിക്കാം? അതിന്റെ സൈസും അതിന്റെ പ്രവർത്തനങ്ങളും അനുസരിച്ചിട്ടാണ് ഓരോ ഹോസ്പിറ്റലുകളും പർച്ചേസിങ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി നാളെ വരുമ്പോ ഇത്രയും വരെ പഠിച്ചിട്ട് വരാം, വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നാളെ എടുക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏതൊക്കെയാണ്. ചോദ്യം ചോദിക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, പഠിച്ചിട്ട് വരാം കേട്ടോ. ഇന്നെടുത്ത കാര്യങ്ങള് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരണം നാളെ വരുമ്പോ. ഓക്കെ, താങ്ക് യു.